Hello friends, good morning all. Welcome back to my another video. Okay, കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നമ്മൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്രൊഫൈൽ റൈറ്റിംഗ്, ലെറ്റർ മേക്കിംഗ്, നോട്ടീസ് മേക്കിംഗ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡയറി റൈറ്റിംഗ്. ഓക്കെ, നമുക്കറിയാലേ ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. ഹൗ ടു പ്രിപ്പയർ എ ഡയറി. നമുക്ക് നോക്കാം ഡയറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊഫൈൽ റൈറ്റിംഗ് ആയാലും നോട്ടീസ് മേക്കിംഗ് ആയാലും ലെറ്റർ റൈറ്റിംഗ് ആയാലും 5 അല്ലെങ്കിൽ 6 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഡയറി എൻട്രി. ഒരു ഡയറി ബൈ ഹാർട്ട് പഠിച്ചു പോകാൻ പറ്റൂല അല്ലെ. ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ ഏത് സിറ്റുവേഷൻ മാറൂലേ. എല്ലാ ഡയറി എഴുതുമ്പോൾ ഈ ഒരു സെൻറ്റൻസ്, സങ്കടമായാലും സന്തോഷമായാലും ഏത് സെൻറ്റൻസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഡയറി. വാട്ട് ഈസ് ഡയറി? എന്താണ് ഡയറി? അതെങ്ങനെയായിരിക്കണം? ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഡയറി എന്ന് പറഞ്ഞത് എന്താ? ഒരാളുടെ പേഴ്സണൽ റെക്കോർഡ്സ് ആണ് അല്ലേ. അതൊരു ലിറ്റററി ഫോമാണ്. നമുക്കതിൽ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ആണ് അതിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ദിവസം നമ്മുടെ ലൈഫിൽ നടന്ന അത് എല്ലാ കാര്യങ്ങളും ഡെയിലി റുട്ടീൻസ് ഒന്നും നമ്മൾ ഡയറിയിൽ എഴുതൂല അല്ലേ. ഞാൻ രാവിലെ എണീച്ചു, പല്ല് തേച്ചു, ചായ കുടിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ഡയറിയിൽ എഴുതുമോ? ഇല്ല അല്ലേ. നമ്മൾ ആ ഒരു ഇന്നത്തെ ലൈഫിൽ ഇന്ന് നമ്മളെ ലൈഫിൽ നടന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതലാണ് ഡയറി അല്ലേ. അത് നമ്മുടെ പേഴ്സണൽ റെക്കോർഡ്സ്. അതിൽ കൂടുതലായിട്ട് എന്താ ഉണ്ടാവുക? നമ്മുടെ ഇമോഷൻസും ഫീലിങ്സ് ആണ് ഉണ്ടാവുക. പിന്നെ എന്താണ്? ഹൈലൈറ്റ് ദ ഇവൻറ്റ്സ്. എന്താണോ നടന്നത് ആ ഇവൻറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടത് അല്ലേ. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നമ്മളായിട്ടാണ് എഴുതേണ്ടത് ഡയറി എൻ്റെ എഴുതേണ്ടത്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ സ്നേക്ക് ഇൻ ദ മിറർ അല്ലെ, ആ ക്യാരക്ടർ വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മളെ ഫീലിങ്സ് ആണോ എഴുതേണ്ടത്? അല്ല അല്ലെ. അയാളായി നിന്നുകൊണ്ട് നമ്മൾ അയാളുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ ആ സിറ്റുവേഷനായി നമ്മൾ നിന്നുകൊണ്ട് വേണം നമ്മൾ ഡയറി എഴുതാൻ. ദെൻ ഹൈലൈറ്റ് ദ ഇവൻറ്റ്സ്, ഒരു ഇൻസിഡൻസ്. ഡെയിലി റുട്ടീൻസ് അല്ല അല്ലെ. ഡെയിലി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതല്ല എഴുതേണ്ടത്. നമ്മളെ പേഴ്സണൽ റെക്കോർഡ്സ് ആണ് ഡയറി എന്ന് പറയുന്നത്. പേഴ്സണൽ റെക്കോർഡ്സ് ആണ് എഴുതേണ്ടത്. നമ്മുടെ ഇമോഷൻസും ഫീലിങ്സ് ആണ് കൂടുതലായിട്ട്, നമ്മുടെ ഇമോഷൻസിനാണ് കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിലും ഉണ്ടാവേണ്ടത് അല്ലേ. അതായത് അവരുടേതായ ആ ഒരു സിറ്റുവേഷൻ, ഇപ്പം ക്യാരക്ടറൈസ്ഡായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് ഡയറി എന്ന് പറയുന്നത്. അതായത് ഒരാളെ പേഴ്സണൽ റെക്കോർഡ്സ് ആണ് ഡയറി. അതിൽ ഇവൻറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തത്, ഇൻസിഡൻ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഡയറീൻ്റെ ഫോമാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് വാട്ട് ഈസ് ഡയറി നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തു. ഹൈലൈറ്റ് ദ ഇവൻറ്റ്സ് ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. പേഴ്സണൽ റെക്കോർഡ്സ് ആണ്, ഇമോഷൻസിനും ഫീലിങ്സിനാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്താണ് വേണ്ടത്? ഫോമാറ്റ്. ഡയറീൻ്റെ ഫോമാറ്റ്. വാട്ട് ഈസ് ദ ഫോമാറ്റ് ഓഫ് ഡയറി? എന്താണ് ഒരു ഡയറീൻ്റെ ഫോമാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡേറ്റ് ആൻഡ് ഡേ അല്ലേ. ഡേറ്റും ഡേയും ഉണ്ടായിരിക്കണം അല്ലേ. ഫോർ എക്സാമ്പിൾ 10th October 2021 മൺഡേ, അല്ലെങ്കിൽ ട്യൂസ്ഡേ, അല്ലെങ്കിൽ വെനസ്ഡേ. ഓക്കെ, ഫസ്റ്റ് വൺ ഡേ ആൻഡ് ഡേറ്റ്. ദെൻ സെക്കൻഡ് വൺ, സ്റ്റാർട്ട് വിത്ത് വാട്ട് ഹി ഓർ ഷീ ഫീലിങ്സ്. അതായത് എന്താണ് ഫീലിങ്സ്. നെക്സ്റ്റ് വരുന്നത് ഫീലിങ്സ് ആണ്. അവരാണെങ്കിൽ അവൾ, ഷീ ഓർ ഹി, അത് ആരും ആയിക്കോട്ടെ, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു നല്ല ഡേ ആണെങ്കിൽ, ഒരു ഗുഡ് ഡേ ആണെങ്കിൽ ആരാണോ ഡയറി എഴുതുന്നത് അവരുടെ ഫീലിങ്സ് ഫസ്റ്റ് തന്നെ എക്സ്പ്രസ് ചെയ്യണം. ഐ എം സോ ഹാപ്പി. ഭയങ്കര മോശം അവസ്ഥയാണെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്താൽ അന്ന് എനിക്ക് എക്സാമ്പിൾസ് പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഓക്കെ, അവരുടെ ഫീലിങ്സ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എഴുതാം. ദെൻ മെയിൻ ബോഡി, ആ ഇവൻറ്റ്സ്, ഹൈലൈറ്റ് ദ ഇവൻറ്റ്സ്. ആ ഇവൻറ്റ്സ് എന്താണെന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാം. ദെൻ ഫീലിങ്സ് കഴിഞ്ഞാണ് ഹൈലൈറ്റ് ദ ഇവൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. തേർഡ് സ്റ്റെപ്പായിട്ട്. ദെൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ. ഐ ഫീൽ സ്ലീപ്പി, അങ്ങനെ ഉറക്കം ഐ ഫീൽ സ്ലീപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഐ സ്റ്റോപ്പ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യും. നമുക്ക് പറഞ്ഞിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യും. ഇത്ര മാത്രമേ മക്കളെ എന്തുകൊണ്ടു ഡയറിക്ക് വേണ്ടു. നമുക്ക് 4 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് എന്താണ് ഡേ ആൻഡ് ഡേ. ദ നെക്സ്റ്റ് വൺ സ്റ്റാർട്ട് വിത്ത് what he or she feelings, then highlight the events, then conclusion. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മക്കളെ നമുക്കൊരു നല്ലൊരു ഡയറി എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫോമാറ്റ് പഠിച്ചില്ലേ. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഡേ ആൻഡ് ഡേറ്റ്. ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ
എന്താണ് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ മെൻഷൻ ചെയ്തിട്ട് എക്സാമ്പിൾ കൊടുക്കാത്തത്. പക്ഷെ നമുക്ക് നോക്കാം. ഡേ ആൻഡ് ഡേറ്റ് എഴുതുക. 10 October 2021. ദെൻ മൺഡേ. ഡേ ആൻഡ് ഡേറ്റ് കൊടുത്തില്ല മീൻസ് എന്താണ്? സ്റ്റാർട്ട് വിത്ത് വാട്ട് ഹി ഓർ ഷീ ഫീലിങ്സ്. നെക്സ്റ്റ് ഫീലിങ്സ് എഴുതുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഏതിനിപ്പം സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന 2-3 സെൻറ്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു നോക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ക്യാരക്ടറിന് ഹാപ്പി ആണെങ്കിൽ നമുക്ക് അത് എഴുതാം, ക്യാരക്ടറിന് സങ്കടമാണെങ്കിൽ നമുക്ക് അതും എഴുതാം. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നമുക്ക് സന്തോഷമാണ് ആ ഒരു ക്യാരക്ടറിന്, അല്ലെങ്കിൽ നിങ്ങളെ സിറ്റുവേഷൻ ഹാപ്പി ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എന്തൊരു what a pleasant surprise. I was really shocked and wondered. ഇത് നമുക്ക് ഏതിലും പ്രയോഗിച്ചൂടെ? ഇത് നമുക്ക് പ്രയോഗിക്കാം അല്ലെ. ഈ ഐ വാസ് റിയലി ഷോക്ക്ഡ് ആൻഡ് വണ്ടേർഡ് നമുക്ക് സങ്കടമായാലും സന്തോഷമായാലും പ്രയോഗിക്കാം. പക്ഷെ സന്തോഷമാണെങ്കിൽ നമ്മൾ what a pleasant surprise. I was really shocked and wondered. ഇത് നമുക്ക് സന്തോഷത്തിൽ പ്രയോഗിക്കാം അല്ലെ. ദെൻ ഐ വാസ് റിയലി ഷോക്ക്ഡ് ആൻഡ് വണ്ടേർഡ് നമുക്ക് സങ്കടത്തിലായാലും സന്തോഷത്തിലായും പ്രയോഗിക്കാം. ദെൻ what a pleasant surprise. I was really shocked and wondered നമുക്ക് ഇത് പഠിച്ചു നോക്കാം. സന്തോഷത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹാപ്പി എന്താണെങ്കിൽ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഹാപ്പി ആണെങ്കിൽ ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ. സിമ്പിൾ ആയിട്ട് ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ അല്ലെങ്കിൽ ടുഡേ വാസ് ദ ഗുഡ് ഡേ. അത് നമുക്ക് ഹാപ്പി ഡേ ആണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഐ എം സോ ഹാപ്പി ടുഡേ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ, ടുഡേ വാസ് ദ ഗുഡ് ഡേ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്, ഐ വാസ് റിയലി ഷോക്ക്ഡ് ആൻഡ് വണ്ടേർഡ്. ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ഐ എം സോ ഹാപ്പി. ഇതൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. ഇത് നമുക്ക് സാഡ്, നമുക്ക് സങ്കടമാണെങ്കിൽ എന്താ നമുക്ക് ഇത് നോക്കിയേ, അല്ലെങ്കിൽ ഒരു പേടി സങ്കടമൊക്കെയാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ എഴുതുക? വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്, വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്. എന്തൊരു ഭീകരമായ എക്സ്പീരിയൻസ് ആണ്. റിയലി സാഡ് ടുഡേ, ഐ എം റിയലി സാഡ് ടുഡേ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നൊക്കെ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും കണ്ടുകൂട്ടി നമുക്ക് എഴുതാം. കാരണം നമുക്ക് ഒരു സംശയമില്ലാണ്ട് കണ്ടുകൂട്ടി എഴുതുന്ന കുറച്ച് സെന്റൻസുകൾ നോക്കി. ഇറ്റ് വാസ് അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇറ്റ് വാസ് അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായത്. സങ്കടമാണെങ്കിലും നമുക്ക് പറയാം, സന്തോഷമാണെങ്കിലും നമുക്കത് ഇങ്ങനെയുള്ള സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ്സ് ആർ ഹെൽപ്ലെസ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ്. വാക്കുകൾക്ക് എന്താ പറയുക? വേർഡ്സ് ആർ ഹെൽപ്ലെസ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്. വാക്കുകൾക്ക് പറയാൻ കഴിയുന്നത് എൻ്റെ ഫീലിങ്സ്, എൻ്റെ എന്താണ് എൻ്റെ ഇമോഷൻസിന് വാക്കുകൾ കൊണ്ട് വാക്കുകൾ മതിയാവുന്നില്ല. വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്ലെസ് ആണ്. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾക്ക് ആവുന്നില്ല. അത് നമുക്ക് കൂടുതലായി നമുക്ക് ഹാപ്പി മൊമെന്റിലാണ് അത് കൂടുതൽ അപ്ലൈ ചെയ്യാൻ സ്യൂട്ടബിൾ എന്ന് തോന്നുന്നു അല്ലേ. അത് നമ്മൾ ഒരു ഹാപ്പി മൊമെന്റിൽ യൂസ് ചെയ്തേ. പക്ഷേ ഇറ്റ് വാസ് അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ 2 സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്. അത് നമുക്ക് സങ്കടത്തിലും സന്തോഷത്തിലും യൂസ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്. എനിക്കറിയില്ല എൻ്റെ ഫീലിങ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് സങ്കടത്തിലും സന്തോഷത്തിലും ഉപയോഗിക്കാം. പക്ഷേ നെക്സ്റ്റ് പറഞ്ഞ വേർഡ്സ് ആർ ഹെൽപ്ലെസ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂടുതലായി നമ്മൾ സന്തോഷത്തിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക അല്ലേ. നമുക്ക് എങ്ങനെയാണ് എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്, അങ്ങനെയാണെന്നല്ല, എങ്ങനെയാണ് അതിൻ്റെ വാക്കുകൾ മതിയാവുന്നതൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? വാക്കുകൾക്ക് മതിയാകുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹാപ്പി മൊമെന്റ് വരുമ്പോഴാണല്ലേ. അതുകൊണ്ട് അത് ഹാപ്പി മൊമെന്റ് എഴുതിയത്. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ ഡേ അല്ലെങ്കിൽ ഇറ്റ് വാസ് സച്ച് എ ബാഡ് ഡേ, ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ ഡേ, ഇറ്റ് വാസ് സച്ച് എ സാഡസ്റ്റ് ഡേ. ദെൻ ഇത് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ ഡേ എന്ന് കഴിഞ്ഞിട്ട് വെൻ ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും എന്താണ് സന്തോഷമുള്ള ദിവസമാണ്. അല്ലെങ്കിൽ ഇറ്റ് വാസ് സച്ച് എ സാഡസ്റ്റ് ഡേ വെൻ ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് സങ്കടമാണോ സന്തോഷമാണോ നോക്കിയിട്ട് ബാക്കി സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എഴുതാനും സന്തോഷത്തിൽ എഴുതാനും സാഡാകുമ്പോൾ ഏത് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എഴുതി കഴിഞ്ഞതിന് ശേഷം ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ബോഡിയിൽ ഇവന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നോക്കി നമ്മൾ ഐ ഫീൽ സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു. ഐ ഫീൽ സ്ലീപ്പി എനിവേ ആസ് ഐ എം ടു ടയേർഡ് ഐ can't even move my pen. എൻ്റെ പെന്നിന് ചലിക്കൂല. ഭയങ്കര ടയേർഡാണ്, ഞാൻ ഭയങ്കര ടയേർഡാണ്, എൻ്റെ പെന്നിന് ചലിക്കും തോന്നില്ല, അത് ഞങ്ങൾക്ക് ഇനി എഴുതാൻ കഴിയൂല. ഒന്ന്
എക്സാജറേറ്റ് കുറച്ച് നമ്മളൊന്ന് ഉണ്ടാക്കി പറയാം. എന്താണ് എനിക്ക് ഭയങ്കര ടയേർഡാണ്, ഇനി എൻ്റെ പെണ്ണ് ചലിക്കാൻ എനിക്ക് എഴുതാൻ പറ്റും തോന്നില്ല. അല്ലെങ്കിൽ ഐ സ്റ്റോപ്പ് മൈ റൈറ്റിംഗ്, അല്ലെങ്കിൽ ഐ സ്റ്റോപ്പ് ഹിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ സ്റ്റോപ്പ് റൈറ്റിംഗ്. ഐ പ്രേ ഗോഡ് ഗ്രാൻഡ് മീ എ വണ്ടർഫുൾ ടുമോറോ. ഐ പ്രേ ഗോഡ് ടു മീ എ വണ്ടർഫുൾ ടുമോറോ. എന്തായാലും ഞാൻ നിർത്തുകയാണ്. നാളെ എനിക്കൊരു നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. അത് നമുക്ക് സങ്കടമാണെങ്കിലും എഴുതാം, സന്തോഷമാണെങ്കിലും എഴുതാം അല്ലേ. ഇന്ന് ഇങ്ങനെ സംഭവിച്ചു, നാളെ നല്ലൊരു വണ്ടർഫുൾ ഡേ ആവട്ടെ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ലൊരു ഡയറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മുടെ കയ്യിൽ വേർഡ്സ് ഉണ്ടല്ലേ, കൺക്ലൂഡ് ചെയ്യേണ്ട വേർഡ്സ് ഉണ്ടല്ലേ. ദെൻ മെയിൻ ബോഡി നമ്മൾ 2-3 ലൈൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നമ്മുടെ സിറ്റുവേഷൻ, ഏത് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും, ഒരു 99% ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും ചോദിക്കുക. ഏതാണോ ടെക്സ്റ്റിലെ സിറ്റുവേഷൻ, ഏതാണോ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ, ആ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ കയ്യിൽ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഹാപ്പി മൊമെന്റ് ആണെങ്കിലും സാഡ് മൊമെന്റ് ആണെങ്കിലും സെന്റൻസ് ഉണ്ട്. ദെൻ കൺക്ലൂഡ് സെന്റൻസ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് സെന്റൻസും കൺക്ലൂഡിങ് സെന്റൻസും ഉണ്ട്. മെയിൻ നടുക്കത്തെ ഭാഗം, ആ മിഡിൽ ഭാഗമാണ് നമ്മൾ ഏതാണോ സിറ്റുവേഷൻ, ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ, അത് ഇവന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇത്ര മാത്രമാണ് ഡയറിക്ക് ശ്രദ്ധിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓർത്ത് വെക്കുക. എക്സാംസിന് നമ്മൾ എന്താ ചെയ്യുക, നന്നായിട്ട് ഈ ഒരു ഫോമാറ്റ് പഠിച്ച് അതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്